വളരെ ആവേശത്തോടെ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലികളെല്ലാം ഒത്തിരി മാറ്റുകൂട്ടുവാൻ ഡോക്ടർ ചന്ദ്രജിത്ത് അവർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായി ഒരു നല്ല കയ്യടിയോടെ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. And pray that we be worthy citizen of the nation. ഈ വരുന്ന ആളുകളെല്ലാം വിശദമായ പ്രസംഗങ്ങളോട് നടത്തും. ആദ്യം എന്നിൽ അർപ്പിതമായ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം എന്ന് പറയുമ്പോൾ എല്ലാ മീറ്റിംഗിലും നമ്മൾ പറയുന്ന പോലെ ആദ്യം തന്നെ നമ്മുടെ ക്ലബിൻ്റെ അവിടുത്തെ എല്ലാ സംഭവങ്ങളും വളരെ മനോഹരമായിരുന്നു. ആ കുഞ്ഞുങ്ങളും അവരുടെ ബന്ധുമിത്രാദികളും അതിനുപരി ആ ചാരിറ്റി സർവീസുകാർക്ക് ഞാൻ 9 പേർക്ക് ആ നമ്പർ ഷെയർ ചെയ്തു. അവിടെ യാത്ര ചെയ്യാം, പോരാതെ വരുന്നത് വളരെ തുച്ഛമായ പൈസ വന്നാൽ അത് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയ ഓരോരുത്തരുടെ വിവാഹമോ മറ്റു ഫംഗ്ഷനോ ഒക്കെ നമ്മളെല്ലാവരും ക്ലബിൻ്റെ ഒരു സമ്മാനം. അതിനെക്കുറിച്ച് വേണ്ട എന്താണ് അസൗകര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചുരുക്കമുണ്ട്. അത് കേൾക്കുമ്പോൾ പകുതി ആൾക്കാരും ഹാപ്പിയാണ്, കുഴപ്പമില്ല, ചുരുക്കമല്ലേ ഉള്ളൂ, സാരമില്ലെന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ചുരുക്കം എന്ന് പറയുന്നതാണ് ആസ്മ. ആസ്മയുടെ ഈ ഏജ് ഗ്രൂപ്പാണ് മെയിൻ ഫാക്ടേഴ്സ്. ഒരു 25 തൊട്ട് 30, 40 നമ്മുടെ മെട്രോയിലും നമ്മുടെ ആശുപത്രിയിലുണ്ട്, താലൂക്കിലുണ്ട്. PFD ഒരു സിമ്പിൾ ടെസ്റ്റാണ്, ഓടുന്നൊരു ടെസ്റ്റാണ്. അത് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ആസ്മയാണോ COPD ആണോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ. ഏത് ഹോസ്പിറ്റലിൽ പോയാൽ അമേരിക്കയിൽ പോയാൽ പോലും അവർ ഇന്നേലേഴ്സേ തരും, ഇഞ്ചക്ഷൻ തരത്തില്ല. കമ്പൽസറി എല്ലാ ദിവസവും. ആസ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയ ബഹുമാനപ്പെട്ട സലിമിക, ഞാൻ ഈ കുറേ പെണ്ണുങ്ങളുടെ കൂടെ പോയിരുന്നതിന് എനിക്ക് പണി തന്നത് എനിക്കറിയാം. സലിമിക എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആശംസിച്ചില്ല. അതായത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ എൻ്റെ കുടുംബമിത്രങ്ങൾക്കെല്ലാം എൻ്റെ ആശംസ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പായുടെ അടക്കത്തിനും അതിന് തലേ ദിവസവും 2 ദിവസവും വീണ്ടും വന്ന് എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്ത ക്ലബ് കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഹേമ മാത്യുവിൻ്റെ പിതാവിൻ്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും സഹകരിക്കുകയും ആ മുതലെ പങ്കുകയും ചെയ്തിരുന്നു. അപ്പം തന്നെ സുരേഷിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ സുരേഷ് കുടുംബം വന്നിട്ടുള്ളത് അവരുടെ ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത്
எல்லாரும் சொல்ல இவனை கொள்ளுவானா தவிக்கிது மாலை கட்டம் மஞ்சள் கட்டம் மாத்து அடி पिघला पिघला है दिल मेरा जब से अच्छा रहता है मूड भी तब से हंस के मिलता हूँ आजकल सबसे खुश हो गया है जो भी मिला है कुछ तो हुआ है कुछ हो गया है മലയാളി പെണ്ണിനും കൊടുക്കാൻ പുടവ अगर जरा थके हो तो सुनो खुशी में आप थोड़ा गम भरो ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ണിളക്കൂതിയില്ലേ കാറ്റൻ മണ്ണിളക്കൂതിയില്ലേ പൂയോൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റയ്ക്ക് നിന്നില്ലേ ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ പേര് അൻവർ, ഇത് എൻ്റെ വൈഫ് ഫാസില. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ. മാറിൽ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മാടത്തിലെ ഇണക്കുയിലെ മാറിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മാടത്തിലെ ഇണക്കുയിലെ പഞ്ചായത്തിലെ മഞ്ജു വരുത്തൊരു സുന്ദരിയോ ഇവൾ പഞ്ചാരപ്പഴ പായസക്കപ്പിലെ മുന്തിരിയോ കൊഞ്ചും പുന്നാരത്തിരി പൊന്മണി തൂകണ പെൺമണിയോ നെഞ്ചിലഞ്ചാങ്കാലത്തിൽ പാട്ടുകൾ പാടണ പൈകിളിയോ നല്ല മിടുമിടു